അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കിനി 94 അടുത്ത ഫസലാണ്. ഫസലുൻ ഫി ആദാബിൽ മുആശറത്തി വമാ അല സൗജി വസൗജത്തി. ഫസലുൻ ഫി ആദാബിൽ മുആശറ, പരസ്പര ജീവിതത്തിൻ്റെ അതവുകൾ. ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. ആ സമയത്ത് അവർ പാലിക്കേണ്ട അതവുകൾ. അതുപോലെ ഭർത്താവിൻ്റെ മേലിലും ഭാര്യയുടെ മേലുള്ള ബാധ്യതകൾ. അഥവാ വമാ അല സൗജി വസൗജത്തി, ഭർത്താവിൻ്റെ മേലുള്ള ബാധ്യത, ഭാര്യയുടെ മേലുള്ള ബാധ്യത. ഇതാണ് ഈ അദ്ദേഹത്തിലുള്ളത്. അമ്മ സൗജ്, ഭർത്താവ്, ഫഅലൈഹിൽ വലീമത്തു, അവൻ്റെ മേൽ വലീമത്ത് എന്ന ബാധ്യത ഉണ്ട്. വിവാഹ സദ്യ കൊടുക്കുക. വിവാഹം നടത്തുമ്പോൾ ഒരു സദ്യ വേണം. ആ സദ്യ നടത്തേണ്ട ആൾ ഭർത്താവാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ പെണ്ണിൻ്റെ പേരെ കല്യാണം ഉണ്ടാവും. ശരിക്കും അതൊരു വലീമത്തല്ല. കാരണം വലീമത്ത് നടത്തേണ്ടത് പെണ്ണിൻ്റെ വാപ്പയോ അല്ല, പുരുഷനാണ്. പുരുഷൻ്റെ ബാധ്യതയാണല്ലോ വലീമത്ത്. അപ്പോൾ ഈ ആണാണ് ശരിക്ക് വലീമത്ത് നടത്തുന്ന ആൾ. മറ്റേ നമ്മുടെ നാട്ടിൽ ഒരു സദ്യ നടക്കാറുണ്ട്. സദ്യകളൊക്കെ കുഴപ്പമൊന്നുമില്ല, അത്രമാത്രം. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔലിം വലൗ ബിശാത്തിൻ എന്ന് പറഞ്ഞു. നീ വലീമത്ത് കൊടുക്കുക, ഒരാട് കൊണ്ടെങ്കിലും. ആടാണെങ്കിൽ ആട്, ഒരു വലീമത്ത് കൊടുക്കുക. അപ്പോൾ എത്ര ചെറിയ സാധനം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും വലീമത്ത് കൊടുക്കണം എന്ന് നബി തങ്ങൾ പ്രത്യേകം പറയണം. വഅലൈഹി, ആണിൻ്റെ മേൽ നിർബന്ധമാണ് ഹുസ്നുൽ മുആശറത്തി വറിആയത്തി വഹുസ്നി സിയാസത്തി. ഹുസ്നുൽ മുആശറ, നല്ല സഹകരണം. വറിആയ, അതുപോലെ തന്നെയാണ് നല്ല സഹകരണം. ഹുസ്നു സിയാസ, നല്ല നിലക്കുള്ള ഭരിക്കൽ. ഈ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ ഭരണാധികാരിയാണ്, പെണ്ണിൻ്റെ മുമ്പിൽ ഓളങ്ങനെ അടക്കി ഭരിക്കേണ്ട ഒരാളാണ് എന്ന കാഴ്ചപ്പാടോട് കൂടിയൊന്നും വിഷയങ്ങളെ സമീപിക്കരുത്. അത് നല്ല നിലക്ക് സഹകരണത്തോടു കൂടി എന്ത് ചെയ്യുക, വളരെ മനഃശാസ്ത്രപരമായിട്ട് വിഷയങ്ങളെ സമീപിക്കാൻ പുരുഷന് സാധിക്കണം. പുരുഷനായിരിക്കണം ഇതിൻ്റെ മെയിൻ ഉത്തരവാദിത്തമുള്ളയാൾ. കാരണം ഈ പുരുഷനാണ് ഈ സ്ത്രീയെ ഞാൻ ഖബിൽ തുനിക്കാഹ എന്ന് പറഞ്ഞിട്ട് വിവാഹം സ്വീകരിച്ച ആൾ. ആ ഉത്തരവാദിത്തം ഈ ആണിനുണ്ട്. ഈ ആൺ ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. അപ്പം നല്ല സഹകരണവും നല്ല സമീപനവും വേണം. എപ്പോഴൊക്കെ റഫിൽ ഗീറത്തി, ദേഷ്യമുള്ള നേരത്ത്, വൻ നഫക്കത്തി, ചിലവാക്കുന്നിടത്ത്, വത്തഅലീമി, പഠിപ്പിക്കുന്നിടത്ത്, വൽ ഖസ്മി, ഓഹരി ചെയ്യുന്നിടത്ത്. ഖസ്മ് ഓഹരി ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഭാര്യമാരുണ്ടാവുമ്പോൾ ദിവസങ്ങളെ എന്ത് ചെയ്യണം, ഓരോരുത്തർക്ക് നിശ്ചയിക്കണം. ഒരാളെടുത്ത് തന്നെ കാലാകാലം നിൽക്കാൻ പാടില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരെടുത്ത്, അല്ലെങ്കിൽ 2 ദിവസം ഒരാളത്ത്, പിന്നെ 2 ദിവസം മറ്റൊരാളത്ത്, അല്ലെങ്കിൽ 3 ദിവസം ഒരാളത്ത്, പിന്നെ 3 ദിവസം ഇതാണ് ഖസ്മാണ് സംഭവം. ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഖസ്മിന് വത്തഅദീബി, അദബ് പഠിപ്പിക്കുന്ന നേരത്ത്, നുഷൂസിൻ്റെ നേരത്ത്, പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് പിണക്കവും സൗന്ദര്യ പിണക്കങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഡിപ്ലോമസി കൈകാര്യം ചെയ്തുകൊണ്ട് പുരുഷൻ കൈകാര്യം ചെയ്യണം. വൽവിഖായി, സംയോഗത്തിൻ്റെ അവസരത്തിൽ. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നല്ല ഡിപ്ലോമസിയും നല്ല പരിചരണവും കൂടി ജീവിക്കലും അത് ഏറ്റവും നല്ല രീതിയിലായിരിക്കും. അത് പുരുഷൻ ചെയ്യേണ്ട കാര്യമാണ്. പെണ്ണിൻ്റെ അടുത്തുനിന്ന് പല അവിവേകങ്ങളും ഉണ്ടായി എന്നൊക്കെ വരാം. ആ അവിവേകങ്ങളെ സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഒരു പുരുഷൻ്റെ ബാധ്യതയാണ്. വയുക്റഹുൽ അസ്ലു, അസ്ല് കറാഹത്താക്കപ്പെടും. അസ്ല് എന്ന് പറഞ്ഞാൽ സംയോഗാവസരത്തിൽ ശുക്ലം പുറത്തേക്ക് ഒഴിവാക്കുക എന്നർത്ഥം. മനസ്സിലാവല്ലോ. ഈ അസ്ല് കറാഹത്താണ്. അങ്ങനെ ഇതാ ബുലിദലഹു വലതുൻ, അവനൊരു കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ടാൽ, ഓനൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഫയുഅദ്ദിനു ഫി ഉദുനിൽ മൗലൂദ്, പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെവിയിൽ അവൻ ബാങ്ക് കൊടുക്കണം. ഒരടുത്ത് ഞാൻ ഇഖാമത്ത്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാലോ. കദാലിക്ക, ഇതേപോലെ റുബിയ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ യുഹ്സിന ഇസ്മഹു, ആ കുട്ടിയുടെ പേരിനെ നന്നാക്കണം, നല്ല പേരിടണം. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക്കും തുദഊന യൗമൽ ഖിയാമത്തി ബി അസ്മാഇക്കും ഫഅഹ്സിനു അസ്മാഅക്കും. വല്ലാത്തൊരു ഹദീസാണ്. ഇന്നക്കും തുദഊന യൗമൽ ഖിയാമ, തീർച്ചയായും ഖിയാമത്ത് നാളിൽ നിങ്ങളെ വിളിക്കപ്പെടും, ബി അസ്മാഇക്കും, നിങ്ങളെ പേരുപയോഗിച്ചുകൊണ്ട്. മഹ്ശറെന്ന് ഓരോരുത്തരുടെ പേരാ വിളിച്ച. അപ്പോൾ ഫഅഹ്സിനു അസ്മാഅക്കും, അപ്പം നിങ്ങളെ പേര് നന്നാക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു അന്തും പാലുമില്ലാത്ത പേരിങ്ങനെ മഹ്ശറെന്ന് നമ്മളെ വിളിച്ചാൽ എന്താപ്പോൾ ഗതികേട്? ആലോചിച്ച് നോക്കൂ. ആയാതി ഗതികേടിന് നിൽക്കരുത്. നിങ്ങൾ ഏറ്റവും നല്ല പേരിടണം. കാരണം മഹ്ശറെ നിങ്ങളെ പേരുപയോഗിച്ചുകൊണ്ടാണ് വിളിക്കുക. അപ്പോൾ ഈ പേര് നന്നാവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അപ്പോൾ നല്ല പേരിടുക. ആളെ പിന്നീട് മഹ്ശറെന്ന് സ്വീപ്പാക്കണ പോലത്തിലുള്ള പേരാകരുത്. ഇനി വമൻകാനലഹു ഇസ്മുൻ യുക്റഹു, കറാഹത്താക്കപ്പെടുന്ന പേരുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, വെറുക്കപ്പെടുന്ന പേരുകളുണ്ടെങ്കിൽ, ഫയുസ്തഹബ്ബു തബ്ദീലുഹു, അതിനെ മാറ്റൽ സുന്നത്താക്കപ്പെടും. ശരിയല്ലാത്ത പേരാണ്. ഹറാമായ പേരുകളുണ്ട്, കറാഹത്തായ പേരുകളുണ്ട്, അനഭിലഷണീയമായ പേരുകളുണ്ട്.
അത്തരം പേരുകളൊക്കെ ആണെങ്കിൽ അത് മാറ്റൽ സുന്നത്ത, പേര് ചേഞ്ച് ചെയ്യാം. ഫഅല ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പണികളാണ്. അത് നബി തങ്ങൾ എത്രയോ ആൾക്കാരുടെ പേര് മാറ്റിയിട്ടുണ്ട് ഇസ്ലാമിലേക്ക് വന്ന സമയത്തൊക്കെ. എന്നാൽ കുറേ ആൾക്കാരുടെ പേര് മാറ്റിയിട്ടുമില്ല. മാറ്റേണ്ടാത്ത പേര് മാറ്റിയില്ല, മാറ്റേണ്ട പേരുകളും മാറ്റിയിട്ടുണ്ട്. ഇതാണ് നബി തങ്ങളുടെ സമീപനം. അതുപോലെ വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തജ്മഉ ബൈന ഇസ്മി വ കുന്യതി, എൻ്റെ പേരിൻ്റെയും എൻ്റെ ഓമന പേരിൻ്റെയും ഇടയിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടരുത്. നബി തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേരിടൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. നബി തങ്ങളുടെ ഓമന പേര് അബുൽ ഖാസിം എന്നൊരാൾക്ക് ഓമന പേരിടരുത്. ആർക്ക്? മുഹമ്മദ് എന്ന് പേരുള്ള ആൾക്ക്. ഒരാളെ പേര് മുഹമ്മദ് എന്നുള്ളതും ഓമന പേര് അബുൽ ഖാസിം എന്നുള്ളതും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അത് റസൂലുള്ളാഹിൻ്റെ നേരെ കൂപ്യവും. അത് ചെയ്യരുത്, കറാഹത്താണ്. മുഹമ്മദ് എന്ന് പേരില്ലാത്ത ആൾക്ക് അബുൽ ഖാസിം എന്ന് ഓമന പേരിടുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ അബുൽ ഖാസിം എന്ന ഓമന പേരുള്ള ആൾക്ക് മുഹമ്മദ് എന്ന് പേരിടാഞ്ഞാലും കുഴപ്പമില്ല. ഈ മുഹമ്മദ് എന്ന പേരും അബുൽ ഖാസിം എന്ന ഓമന പേരും അത് രണ്ടും പാടെ എന്ത് ചെയ്ത് ജമ്മ ചെയ്യരുത്. വൈസ്തഹബു തഹനീക്ക് സുന്നത്താണ്. തഹനീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രസവിച്ച ഉടനെ കുട്ടിക്ക് മധുരം കൊടുക്കുമല്ലോ, അത് ബിത്തംരി, കാരക്ക കൊണ്ടോ ബിഹലാവത്തിലാണെങ്കിൽ മറ്റെന്തെങ്കിലും മധുരമുള്ള സാധനം കൊണ്ടോ ഒക്കെ മധുരം കൊടുക്കുക. അത് സുന്നത്താണ് പ്രസവിച്ച ഉടനെ. അത് ഈത്തപ്പഴമാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ തീ തൊടാത്ത മധുരമുള്ള സാധനങ്ങൾ, നമ്മൾ ഈ മിഠായി, അതുപോലെ പിന്നെ എന്താണ് പറയുക, അലുവൻ്റെ കണ്ടം, അങ്ങനത്തെ സാധനമൊന്നുമല്ല. ഒക്കെ തീ കൊണ്ട് വേവിക്കുന്ന സാധനം. അപ്പം തേൻ തീ വേവിക്കുന്നതല്ലല്ലോ. അങ്ങനെ തീ തൊടാത്ത മധുരമുള്ള സാധനങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് പുരുഷൻ്റെ ബാധ്യതയാണ് ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ. ഇനി വായൽ മർഅത്തി, പെണ്ണിൻ്റെ മേൽ നിർബന്ധമാണ് ത്വാഅത്തുഹു ഫി ജമീഇൽ അഹ്വാൽ, എല്ലാ സമയത്തും ഭർത്താവിന് വഴിപ്പെടുക, അനുസരിക്കുക. വശഫഖത്തു അലാ അഹ്വാലിഹി, ഭർത്താവിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവനോട് അനുകമ്പയുണ്ടാവുക. വ അംബാലിഹി, അവൻ്റെ സമ്പത്തിനോട് ഒക്കെ. ഭർത്താവിൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ പെണ്ണിന് താല്പര്യമാണ്. ഭർത്താവിന് പല പുറത്തിറങ്ങിക്കുന്ന ആൾക്കാരാണ് ഈ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ. അവർക്ക് പലജാതി വിഷയങ്ങളിൽ നേരിടേണ്ടി വരും, പലജാതി ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ആ സാഹചര്യങ്ങളെയൊക്കെ പെണ്ണ് കൂടി കണ്ടറിയണം. അവിടെ എല്ലാ സമയത്തും തർക്കിക്കാനായിട്ട് നിൽക്കുന്ന, ദേഷ്യം പിടിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പെണ്ണെത്താൻ പാടില്ല. ഭർത്താവിൻ്റെ അത്തരം സാഹചര്യങ്ങളെയും അവർ ഉൾക്കൊള്ളണം. ഒരു റിഫ്ഖ് ബി അഖാരിബിഹി, ഭർത്താവിൻ്റെ കുടുംബങ്ങളോട് മയമായ സ്വഭാവത്തിൽ പെരുമാറണം. ഭർത്താവിൻ്റെ കുടുംബങ്ങളോടൊക്കെ ഇടറഞ്ചന്മാരുണ്ടാവും, മറ്റുള്ള വാപ്പുണ്ടാവും, അവരോടൊക്കെ കടിച്ച് പറിച്ചിങ്ങനെ അങ്ങനെ പാടില്ല. ഭർത്താവിൻ്റെ കുടുംബങ്ങളോട് നിലക്ക് വെക്കുക. വഖദ് റുവിയ, റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് നോക്കിയാണ് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഹറമല്ലാഹു അലാ കുല്ലി ആദമിയ്യിൻ ദുഖൂലൽ ജന്ന, എല്ലാ മനുഷ്യൻ്റെ മേലും അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്, ദുഖൂൽ ജന്ന, സ്വർഗത്തിൽ കടക്കൽ, ഖബലി, എൻ്റെ മുമ്പ്. ഞാനാണ് ആദ്യം സ്വർഗത്തിൽ കടക്കുന്നവൻ. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എൻ്റെ മുമ്പ് ഒരാൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. നബി തങ്ങൾ പറയാണ്, എൻ്റെ മുമ്പ് ഒരാൾ സ്വർഗത്തിൽ കടക്കൽ അള്ളാഹു വിലക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ നോക്കണം, ഗൈറ അന്നി അൻദുറു അൻ യമീനി, പക്ഷേ ഞാൻ എൻ്റെ വലഭാഗത്തേക്ക് നോക്കും. ഞാൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നബി തങ്ങൾ പറയാണ്, ഞാനാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാൾ. പക്ഷേ ഞാനിങ്ങനെ സ്വർഗത്തേക്ക് പോകുമ്പം എൻ്റെ വലഭാഗത്തേക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകും, ഫൈദംറഅത്തുൻ തുബാദിറുനി, ഒരു പെണ്ണ് എൻ്റെ മുന്നിലിങ്ങനെ പോകുന്നു, മണ്ടി വരികയാണ്, ഓളിങ്ങനെ എൻ്റെ മുന്നിൽ കിടക്കാനായിട്ടുണ്ടാവും. അങ്ങനെ ഒരാളിങ്ങനെ പോണത് കാണും ഞാൻ. ഫഅഖൂൽ, അപ്പോൾ ഞാൻ പറയും, മാലിഹാദിഹി, എന്താ ഇവൾക്ക്, തുബാദിറുനിൽ ബാബ, അവൾ വാതിലിൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിൽ പോകുന്നു, ഏതാ ഈ പെണ്ണ് എന്ന് ഞാൻ ചോദിക്കും. അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കാൻ പോകുമ്പോൾ ഞാൻ വലഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പെണ്ണുണ്ടാവും, ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ കടക്കാനായിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറയും, ഏതാ ഈ പെണ്ണ് എൻ്റെ മുന്നിങ്ങനെ പോണ് എന്ന് ഞാൻ പറയും. അപ്പം ഫയുഖാലുലി, എന്നോട് പറയപ്പെടും, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് എന്നോട് പറയപ്പെടും, യാ മുഹമ്മദ്, ഹാദിഹി ഇംറഅത്തുൻ ഹസനാ, ഇത് വളരെ ഭംഗിയുള്ള ഒരു പെണ്ണാണ്. വക്കാന ഇൻദഹാ യതാമാലഹ, ആ പെണ്ണിൻ്റെ അടുക്കൽ, ആ പെണ്ണിൻ്റെ കുറേ യത്തീം കുട്ടികളുണ്ടായിരുന്നു. ആ പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, കുറേ കുട്ടികളുണ്ട്, യത്തീമായ കുട്ടികൾ. ഫസബറത്ത്, അങ്ങനെ ആ പെണ്ണ് ക്ഷമിച്ചു. ഹത്താ ബലഗ അംറഹും അല്ലദീ ബലഗ്, അവരുടെ കാര്യങ്ങളൊക്കെ എത്തേണ്ടടുത്തെത്തുന്നത് വരെ ആ കുട്ടികളൊക്കെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു, ഒരു സ്ഥാനത്തെത്തിച്ചു. അതുവരെ ഈ പെണ്ണ് വേറെ വിവാഹം ചെയ്യാനോ ഒന്നും പോയില്ല. അത് ക്ഷമിച്ചുകൊണ്ട്, ഈ കുട്ടികളൊക്കെ ക്ഷമിച്ചുകൊണ്ട് വളർത്തി. അങ്ങനെയുള്ള ഒരു പെണ്ണാകുന്നു അത്. അപ്പോൾ ഫശക്കറല്ലാഹു തആല ലഹാ ദാലിക്, ആ പെണ്ണിന് ഇങ്ങനെ അള്ളാഹു ബഹുമാനം നൽകി, നന്ദി ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവിടുന്ന് പറയപ്പെടും.
ആ പെണ്ണ് അങ്ങനെയുള്ള പെണ്ണാണ് എന്ന്. സ്ത്രീയുടെ മഹാത്മ്യം നമ്മളിങ്ങനെയൊക്കെ മനസ്സിലാക്കണം. കാരണം അത്ര പ്രയാസം സഹിച്ചുകൊണ്ട് കുറേ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് വളർത്തിയുണ്ടാക്കിയ ഒരു പെണ്ണ്, അതിനെ അള്ളാഹു ബഹുമാനിക്കുന്നു, അള്ളാഹു അതിന് നന്ദി ചെയ്യുന്നു. എങ്ങനെ? പുണ്യ റസൂലിൻ്റെയും മുമ്പിൽ കടക്കുമാർ. അല്ലാതെ വണ്ടി പോയിട്ട് കയറാൻ കഴിയുള്ള സ്വർഗത്തിൽ, പക്ഷേ നബി തങ്ങളോട് ഒന്നിച്ചിങ്ങനെ നടക്കുകയാണ് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു പെണ്ണാകുന്നു അത് എന്ന് പറയുന്നതാണ്. അപ്പം ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണിത്. കാരണം ഭർത്താവ് മരണപ്പെട്ടു പോയി, ഞാൻ ഭർത്താവിൻ്റെ കുട്ടികളൊക്കെ ആ നിലക്ക് വളർത്തിണ്ടാക്കുകയാണ്. അത്തരം സ്ത്രീകൾക്കുള്ള പദവി വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. ഉർവിയ ഹദീസിൽ വന്നിരിക്കുന്നു, അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം നബി തങ്ങൾ പറഞ്ഞു, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിനും തന്നെ അനുവദനീയമല്ല അൻ തുഹിദ്ദ അലാ മയ്യിത്തിൻ, ഒരു മയ്യത്തിൻ്റെ മേൽ ചടഞ്ഞിരിക്കൽ. ഒരു മയ്യത്ത്, ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ ഇഹ്ദാദ് അനുഷ്ഠിക്കുക. ഇഹ്ദാദ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖാചരണം നടത്തുക, ദുഃഖത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുക. അക്സറമിൻ സലാസത്തി അയ്യാമിൻ, 3 ദിവസത്തിലധികം. ഒരാൾ മരണപ്പെട്ടതിൻ്റെ ശേഷം മനുഷ്യർ ഇപ്പോൾ ദുഃഖം പ്രയാസമൊക്കെ ഉണ്ടാകും, അതൊക്കെ 2-3 ദിവസം അതും ആലോചിച്ച് ഇങ്ങനെ കാലാകാലം ദുഃഖത്തിലാണ്. ഇങ്ങോട്ട് കുളിച്ചാതെയും തിരുമ്പാതെയും സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കാതെയും ഒക്കെ അങ്ങനെ നടക്കുക. അതാണ് ഇഹ്ദാദ് എന്ന സംഭവം. അത് പറ്റൂല. ഇല്ലൽ മർഅത്തു അല സൗജ്, ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ മേൽ അനുഷ്ഠിക്കുന്നതല്ലാതെ. അത് 4 അശ്ഹുരിൻ വഅശ്റൻ, അത് 4 മാസവും 10 ദിവസവും ഉണ്ട്. ഒരു സ്ത്രീക്ക് സാധാരണഗതിയിൽ ഒരാൾ മരിച്ചതിൻ്റെ പേരിൽ 3 ദിവസത്തിലധികം ദുഃഖത്തിലിരിക്കാൻ പറ്റില്ല. എന്നാൽ സ്വന്തം ഭർത്താവ് മരിച്ചതാണെങ്കിൽ അയാൾക്ക് 4 മാസം 10 ദിവസവും ചെയ്യണം, അത് നിർബന്ധമാണ്. അതുപോലെ വയൽജമഹാലുസൂമ മസ്കനി നിക്കാഹി, നിക്കാഹിൻ്റെ വീട് എവിടെയാണോ അവൾ ജീവിച്ചിരുന്ന വീട്, ആ വീട്ടിൽ തന്നെ നിൽക്കണം. ഇലാ ആഖിരിൽ ഇദ്ദത്തി, ഇദ്ദ അവസാനം വരെ, ഇദ്ദ കഴിയുന്നത് വരെ അതേ വീട്ടിൽ തന്നെ ഇദ്ദ ഇരിക്കുക. ഇതൊക്കെ പെണ്ണിന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറഞ്ഞ സമയമായിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ അടുത്ത പാഠം തുടങ്ങുകയാണ്. അൽ ബാബ് സാലിസ് അഷർ, 13ാമത്തെ ബാബ്, ഫി ആദാബിൽ കസ്ബി വൽ മആഷ്, തൊഴിൽ ജീവിതം അതിൻ്റെ അതബുകളാണ്. ഫി ആദാബിൽ കസ്മി, തൊഴിലിൻ്റെ അതബുകൾ ഒക്കെ എല്ലാ കാര്യത്തിലും മര്യാദകളുണ്ട്. വൽ മആഷി, ജീവിതത്തിൻ്റെയും അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം നമുക്കിപ്പം പറയാം. വഫിഹി ഫസൂലുൻ, ഇതിൽ കുറേ ചെറിയ അധ്യായങ്ങളുണ്ട്, ഫസലുകളുണ്ട്. ഇതിലാദ്യം യദുല്ലു അലാ ഫضലിഹി, ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഫضലിൻ്റെ മേലറിയിക്കും. ജോലി ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്, അതിന് മോശപ്പെട്ട കാര്യമില്ല. തൊഴിലെടുക്കുക എന്നത് തൊഴിലിന് ഭയങ്കര പവിത്രത ഇസ്ലാം കൽപ്പിച്ചത്. അതിന് തെളിവാണ് ഖൗലുഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങളുടെ വാക്ക്, മിനദ് ദുനൂബി ദുനൂബുൻ ലാ യുകഫിറുഹ ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ. ഒരു ഹദീസാണത്. മിനദ് ദുനൂബി ദുനൂബുൻ, ദോഷങ്ങളുടെ കൂട്ടത്തിൽ ചില ദോഷങ്ങളുണ്ട്. ലാ യുകഫിറുഹ, ആ ദോഷത്തെ പൊറുപ്പിക്കുകയില്ല. ഇല്ലൽ ഹമ്മു ഫീ ത്വലബിൽ മഈഷ, ജീവിതത്തിൻ്റെ തൊഴിലന്വേഷിക്കുന്നതിലുള്ള ടെൻഷൻ അല്ലാതെ. ഒരാൾക്ക് തൊഴിലന്വേഷണത്തിൻ്റെ ടെൻഷൻ, എനിക്ക് പറ്റിയൊരു ജോലി വേണം, ഈ ജോലി തിരഞ്ഞിങ്ങനെ നടക്കുക, അത് ടെൻഷനാണല്ലോ. ആ ടെൻഷൻ്റെ പേരിൽ മാത്രം പൊറുക്കപ്പെടുന്ന ദോഷങ്ങളുണ്ട്. ആ ദോഷം വേറെ ഒരു അമല് കൊണ്ടും അത് പൊറുക്കപ്പെടില്ല. ഈ ദോഷങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ പലതുമുണ്ട്. ചില പ്രത്യേകതരം ഇബാദത്തുകളെ കൊണ്ട്, ചില പ്രത്യേകതരം വേദനയെ കൊണ്ട്, ചില പ്രത്യേക ടെൻഷൻ കൊണ്ടൊക്കെ മാത്രം പൊറുക്കപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. അത് വേറൊരു ഇബാദത്ത് കൊണ്ട് പൊറുക്കപ്പെടില്ല. നമ്മൾ സാധാരണ വുളൂ ദോഷത്തെ പൊറുക്കും, നിസ്കാരം ദോഷത്തെ പൊറുക്കും, അങ്ങനെ പല ഇബാദത്തുകളെക്കുറിച്ചും പറയും. ദോഷത്തെ പൊറുക്കുന്ന കാര്യമാണ്, അതിലൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എല്ലായിടത്തും എന്ന വേറൊരു സംഗതിയാണ്. ചില ദോഷങ്ങൾ അങ്ങനെ, ആ ദോഷം പൊറുക്കാനെങ്കിൽ ടെൻഷൻ വേണം. ഏത് ടെൻഷൻ? ജോലി അന്വേഷിക്കുന്ന ടെൻഷൻ വേണമെന്ന. അപ്പോൾ നോക്കൂ, തൊഴിലന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങൾ പറയുന്നു, അത്താജിറു സദൂഖു യുഹ്ശറു യൗമൽ ഖിയാമത്തി മഅ സിദ്ദീഖീന വശുഹദാ. അത്താജിറു സദൂഖ്, സത്യവാനായ കച്ചവടക്കാരൻ, യുഹ്ശറു, അവൻ ഒരുമിച്ച് കൂട്ടപ്പെടും ഖിയാമത്ത് നാളിൽ മഅ സിദ്ദീഖീന വശുഹദാ, സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളെയും കൂടെ. എന്താ ഈ പറയുന്നത്? മഹ്ശറയിൽ സിദ്ദീഖീങ്ങളെയും ശുഹദാക്കളെയും കൂടെ ഉണ്ടാവും. ആര്? സത്യവും നീതിയുമുള്ള കച്ചവടക്കാരൻ, നേരും നെറിയുമുള്ള കച്ചവടക്കാരൻ. കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ ഷറയിൽ ഭയങ്കര പുണ്യമുള്ള കാര്യമാണ്, ചില്ലറ കാര്യമല്ല. പക്ഷേ ആ കച്ചവടത്തിൽ നീതിപൂർവ്വമായിരിക്കണമെന്ന് മാത്രം, അല്ലാത്തത് ഭയങ്കര അപകടമാണ്, അത് ചില്ലറ അപകടമല്ല. നോക്കപ്പോൾ തൊഴിലിനെ കുറിച്ച് ഷറയിൽ കാണുന്ന രീതി ഇങ്ങനെ, അത്താജിറു സദൂഖു യുഹ്ശറു യൗമൽ ഖിയാമത്തി മഅ സിദ്ദീഖീന വശുഹദാ. വഫിൽ ഖബർ, ഹദീസിലുണ്ട്, അന്നല്ലാഹു തആല യുഹിബ്ബുൽ മുഅ്മിനൽ മുഹ്തരിഫ്, അല്ലാഹു തആല ഇഷ്ടപ്പെടും അൽ മുഅ്മിനൽ മുഹ്തരിഫ്, തൊഴിൽ ചെയ്യുന്ന മുഅ്മിനെ. തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയായ ഒരു മുഅ്മിനെ അല്ലാഹു ഇഷ്ടപ്പെടും. തൊഴിൽ ചെയ്യുക വളരെ പ്രധാനമാണ്. ഇനി മറ്റൊരു ഹദീസ്, വഖദ് വറദ അയ്ദൻ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മറ്റൊരു വാക്ക് ഇതിൻ്റെ നേരെ എതിരെ തോന്നിപ്പോകുന്നൊരു സംഭവമാണ്. അതായത്
സമ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കുക എന്നതല്ല ദീനിൻ്റെ ലക്ഷ്യം. മാ ഔഹ ഇലയ്യ മാ ഊഹിയ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടില്ല. അൻ അജ്മഅൽ മാല, സമ്പത്ത് ഒരുമിച്ച് കൂട്ടാൻ എന്നോട് വഹി അറിയിക്കപ്പെട്ടിട്ടില്ല. വകുൻ മിനത്താജിരീൻ, നീ കച്ചവടക്കാരനിൽപ്പെട്ട ആളാവുക, നീ സമ്പത്തുണ്ടാക്കുക എന്നൊന്നും എന്നോട് അള്ളാഹു വഹി അറിയിച്ചിട്ടില്ല. മറിച്ച് വലാക്കിൻ വഹി ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിച്ചത് എന്താണ്? അൻ സബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ്സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്നതാണ്. റബ്ബിനെ തസ്ബീഹ് ചൊല്ലുക, സാജിദീങ്ങളിൽ പെടുക. വകുൻ മിനത്താജിരീൻ എന്ന് പറഞ്ഞില്ല, സാജിദീൻ എന്നാണ് പറഞ്ഞത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ ഇബാദത്ത് കൊടുക്കുകയും ചെയ്യുക. അതായത് എന്നോട് ഇബാദത്ത് ചെയ്യാനും സാജിദീങ്ങളിൽപ്പെട്ട് ജീവിക്കാനുമാണ് കൽപ്പിച്ചത്. കച്ചവടക്കാരനായിക്കൂടും മുതലുണ്ടാക്കിക്കൂടും നിന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നേരെ മുകളിൽ പറഞ്ഞതൊക്കെ എന്താണ്? പിന്നെ ജോലിക്ക് പോകുന്നതിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത്, പൈസ ഉണ്ടാക്കുന്ന പ്രാധാന്യമല്ല. അപ്പോൾ ഈ തൊഴിലിന് പോവുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം കുറേ സമ്പത്ത് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല. സമ്പത്ത് ഉണ്ടാവണം, ശരിയാണ്, പക്ഷേ സമ്പത്ത് എന്നുള്ളതല്ല നമ്മുടെ ഫോക്കസ്. തൊഴിലുണ്ടാവുക, നമ്മൾക്ക് ഈ സമ്പത്ത് കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക, കുടുംബത്തെ പോറ്റുക, ഇതൊക്കെയാണ്. കുറേ ഉണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയ എന്തല്ല? സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക, അതിങ്ങനെ എമ്പാടും പിന്നെ ബാങ്ക് ബാലൻസ് ഇങ്ങനെ കൂട്ടുക എന്നതല്ല നമ്മുടെ ഫോക്കസ് ഏരിയ. ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിന് മറ്റൊരുത്തിനോട് ചോദിക്കാതിരിക്കുക, സ്വയം ഒരു ജോലി ഉണ്ടാവുക. അതിനാണ് ആ ഹദീസ് പറഞ്ഞത്. വാലം നീ അറിയുക അന്നസു ആല, ചോദ്യം എന്നാണ് ആൾക്കാരോട് ചോദിക്കുക. അപ്പം തൊഴിലൊന്നും പോകാതെ ആവശ്യമുള്ള അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ അരുന്ന് നടക്കുക, പിരിവർത്തുക. യാചന ലാ യഖ്ലു അന്നൗ മിനൽ കറാഹിയത്തി, അത് എന്തായാലും ഒരു തരം വെറുപ്പിനെ തൊട്ടൊഴിവല്ല. എന്തായാലും അതിലെന്തുണ്ട്? ഇനിയിപ്പം ഒരാൾക്ക് ചോദിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ട് ശറയിൽ, ഒക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പിന്നീട് വരും. നമ്മുടെ ബാബ തന്നെയാണല്ലോ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആൾക്കാരോട് യാചനക്കൊക്കെ പറ്റും. പക്ഷെ അങ്ങനെയൊക്കെ പറ്റിയാൽ തന്നെ ഒരു തരം പിന്നെ എന്താണ് പറയുക, ഒരു താല്പര്യമില്ലായ്മ. ഷറഅ് ആ വിഷയത്തിൽ താല്പര്യം കുറവുണ്ട്, കറാഹത്ത് ആ കാര്യത്തിലുണ്ട്. ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരുന്നുള്ളത് വേറെ കാര്യം. എന്നാലും ഒരു മനുഷ്യനോട് ചോദിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞിട്ട് അത്ര മെച്ചം ഇതിനില്ല. അപ്പോൾ ഫൽ കസ്ബു ഔല, തൊഴിൽ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇല്ലാ ഫി ഹഖ് മൻ യതഅല്ലഖു ബിഹി മസാലിഹുൽ മുസ്ലിമീൻ, ഇല്ലാമൻ ഒരാൾക്കൊഴികെ, ഇല്ലാ ഫി ഹഖ് മൻ ഒരാളുടെ കാര്യത്തിലൊഴികെ, യതഅല്ലഖു ബിഹി അദ്ദേഹത്തോട് ബന്ധിക്കുന്നു, മസാലിഹുൽ മുസ്ലിമീൻ പൊതു പൊതുമസ്ലഹത്ത്, പൊതുകാര്യങ്ങൾ നോക്കി നടത്തുന്നയാൾ, മുസ്ലിമീങ്ങളെ പൊതുകാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു ഭരണാധികാരി. അയാളെങ്ങനെ പണിക്കുക പിന്നെ ഇവർക്ക് ഇവിടെ ഭരണകാര്യം നടക്കുമോ? അങ്ങനെയുള്ള പൊതുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊഴികെ അവർ ജോലിക്ക് പോയാൽ ശരിയാവില്ല. അവർ ഈ കാര്യം നിർവഹിക്കണം, കാരണം അതും വേണ്ട നടക്കുക. അപ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് ബൈത്തുൽ മാലിൽ നിന്ന്, നമ്മുടെ പൊതു ഫണ്ടിൽ നിന്ന് കൊടുക്കേണ്ടി വരും. മനസ്സിലാവുമല്ലോ. ഫൈൻദാലിക്ക് യകൂന തർക്കുൽ കസ്ബി, അങ്ങനെ പൊതുകാര്യങ്ങൾ നോക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ജോലി ഒഴിവാക്കലും വൽ ഖിയാമു ബിതിൽക്കൽ മസാലിഹി, ആ മസ്ലഹത്തൊക്കെ അനുസരിച്ച് നിന്നുപോരലും ഔലാദാണ് ഏറ്റവും നല്ലത്. അയാൾ തൻ്റെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കണം, ജോലി ഒഴിവാക്കണം. അപ്പോൾ ഫയുക്തഫ മിൻ മാലിൽ മസാലിഹി ഗൈരിഹ, മസാലിഹിൻ്റെ സമ്പത്തുനിന്നോ മറ്റോ ഒക്കെ അദ്ദേഹത്തിനുള്ളതും കൊടുക്കണം. മൂപ്പർക്ക് പൊതു ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുക്കണം എന്നർത്ഥം. ഒരു ഭരണാധികാരിയാണ്, ഭരണാധികാരി ജോലിക്ക് പോയാലും പിന്നെ ഭരണം നടക്കുമോ? അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അത്തരം ആളുകൾക്ക് വലിയൊരു മഹല്ല്, കാരണം ആ മഹല്ലിലൊരു സെക്രട്ടറി ഉണ്ട്. നമ്മളെല്ലാവരും ചെല്ലുമ്പോഴുകൂടി മൂപ്പരെ സെക്രട്ടറി ആക്കിയാണ്. അയാൾക്ക് 100 കൂട്ടം ജോലിയുള്ള ആളാണ്. എന്താ അയാൾ കാട്ടുക? ഈ മഹല്ലിൻ്റെ ഭരണം അങ്ങനെ അയാൾ നടത്തുക? നമുക്ക് പൊതുവെ അങ്ങനെ സിസ്റ്റങ്ങളില്ല. അയാൾ ആ പണിക്ക് പോകരുത്. അയാൾ ഈ നാട് ശരിക്കും ഭരിക്കുക. അതിനുള്ളത് അയാൾക്ക് ശമ്പളം, അയലാൻ പറ്റുന്ന ശമ്പളം കൊടുക്കുക. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനെയൊന്നും. അതൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പം പൊതുകാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. വലിഹാദ, അതുകൊണ്ടാണ് അഷാറത്ത് സ്വഹാബത്ത് സൂചിപ്പിച്ചത് അല അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു. ലമ്മ ഉല്ലിയൽ ഖിലാഫ, അദ്ദേഹത്തെ ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ. അർത്ഥം മനസ്സിലാവല്ലോ. വലിദാ അഷാറത്ത് സ്വഹാബത്ത് സൂചിപ്പിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ലമ്മ ഉല്ലിയ, അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഖിലാഫത്തിനെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? വലിയ കച്ചവടക്കാരനാണ്. തർക്കി തിജാറത്തി, അദ്ദേഹത്തോട് കച്ചവടം ഒഴിവാക്കാൻ വേണ്ടി ആൾക്കാർ പറഞ്ഞു, സ്വഹാബത്ത് പറഞ്ഞു. അപ്പോൾ തർക്കം ഒഴിവാക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ തുണിക്കച്ചവടക്കാരനായിരുന്നു. ടെക്സ്റ്റൈൽസിൻ്റെ ആളേനു അർത്ഥം. ഭയങ്കര കച്ചവടക്കാരനാണ്. പക്ഷേ ഖലീഫയായപ്പം സ്വഹാബത്ത് പറഞ്ഞു, നിങ്ങൾ ഇനി കച്ചവടം നിർത്തണം, കാരണം മൂപ്പരിഞ്ഞ് തുണിക്കച്ചവടത്തിലൂടെ ഖിലാഫ് ഭരണം നടക്കുമോ? അതനുസരിച്ച് മൂപ്പരത് ഒഴിവാക്കി. ഇങ്ങോട്ട് വക്കാന യക്തഫി, അദ്ദേഹത്തിന് മതിയാകുമായിരുന്നു മിൻ മാദിൽ മസാലിഹി, മസ്ലഹത്തിൻ്റെ നാട്ടിലെ മസാലിൽ മുസ്ലിമിൻ്റെ സമ്പത്തുണ്ട് പൊതു ഫണ്ടെന്ന്, അത് മൂപ്പര് ഉപയോഗിക്കും.
വഹുവ യഖൂമു ബിമസാലിഹിൽ ഖൽഖ്, അദ്ദേഹം എന്ത് ചെയ്യും? സൃഷ്ടികളുടെ മസ്ലഹത്ത് നോക്കും. അപ്പോൾ ജനങ്ങളെ മസ്ലഹത്തും ഭരണവും അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആവശ്യമുള്ളത് മസാലിഹിൻ്റെ ഫണ്ടെന്ന് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ അതാണ് പൊതുകാര്യങ്ങൾ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് എന്നർത്ഥം. അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഫസ്ലുൻ ഫി ബയാനി ശുറൂത്തി സിഹ്ഹത്തിൽ മുആമലാത്താണ് അടുത്ത പാഠത്തിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.